നമസ്കാരം. സമസ്ത ഒരു ഇസ്ലാമിക മതസംഘടനയാണ്. ഇസ്ലാമിക മതത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിഷ്ഠകളും പാരമ്പര്യങ്ങളും ഒക്കെ മായം ചേർക്കാതെ സംരക്ഷിക്കാനും സൂക്ഷിക്കാനും ഇസ്ലാമിക വിശ്വാസികളെ പ്രവാചകന്റെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ സംരക്ഷിക്കാനുമുള്ള ഒരു ആത്മീയ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ സമസ്തയെ എതിർക്കേണ്ട ഒരു കാര്യവും മതേതര കേരളത്തിനില്ല. എല്ലാ മതങ്ങൾക്കും തന്നെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആത്മീയ സംഘടനകളുണ്ട്. സമസ്തയെ അത്തരമൊരു ഇസ്ലാമിക ആത്മീയ സംഘടനയായി കരുതുന്ന ആർക്കും അതിനെ എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭക്ഷണ രീതിക്ക് വേണ്ടിയും വസ്ത്രധാരണത്തിന് വേണ്ടിയും ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഒക്കെ സമസ്തയ്ക്ക് ശബ്ദമുയർത്താം. അയോധ്യയിലെ ഹിന്ദു ക്ഷേത്രം ഇസ്ലാമിക വിശ്വാസത്തിന് എതിരാണെന്ന് പറയാനും അതിനോട് സഹകരിക്കാതിരിക്കാനുമുള്ള അവകാശവും സമസ്തയ്ക്കുണ്ട്. എന്നാൽ അങ്ങനെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാൽ അതിൽ എല്ലാ തരത്തിലുള്ള ആളുകളും എല്ലാ മതത്തിലുള്ള ജനങ്ങളും അംഗങ്ങളായിരിക്കും. എല്ലാവരുടെയും താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. സർവോപരി ഭരണഘടനയെയും സുപ്രീം കോടതിയെയും മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അയോധ്യയിലെ ക്ഷേത്രകാര്യത്തിൽ സമസ്ത കോൺഗ്രസിന് കൊടുക്കുന്ന അന്ത്യശാസനം അങ്ങേയറ്റം ബാലിശവും വൃത്തികെട്ടതും ജനാധിപത്യ മര്യാദകൾക്ക് ഒരു തരത്തിലും നിരക്കുന്നതുമല്ല. ഒരു മുസ്ലിം സമുദായ അംഗവും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് സഹകരിക്കരുതെന്നും അയോധ്യയുടെ ക്ഷേത്രഭൂമിയിൽ പ്രവേശിക്കരുതെന്നും പറയാൻ സമസ്തയ്ക്ക് അവകാശമുണ്ടെങ്കിലും കോൺഗ്രസിനോടോ CPM-നോടോ മറ്റേതെങ്കിലും മതേതര രാഷ്ട്രീയ പാർട്ടിയോടെ അങ്ങനെ കൽപ്പിക്കാനോ നിർദ്ദേശിക്കാനോ ഉള്ള അവകാശം സമസ്തയ്ക്കില്ല. സമസ്ത അത് ചെയ്യുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുള്ളത് കൊണ്ടല്ല, അവർ ഇല്ലാതാവണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. സമസ്തയുടെ ഔദ്യോഗിക ദിനപത്രമായ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത് പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലു ചവിട്ടരുതെന്നാണ്. അങ്ങനെ കാലു ചവിട്ടിയാൽ 2024 BJP വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്നു. സമസ്തയോട് എനിക്ക് ചോദിക്കാനുള്ളത്, പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലു ചവിട്ടിയാൽ സമസ്ത BJPക്ക് വോട്ട് ചെയ്യും എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ സമസ്തയുടെ ഈ തലക്കെട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പള്ളി പൊളിച്ചെടുത്ത് കോൺഗ്രസ് കാലുകുത്തിയാൽ തങ്ങൾ വോട്ട് ചെയ്യില്ല, തങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും എന്നാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പള്ളി പൊളിച്ചെടുത്ത് കാലു ചവിട്ടിയാൽ 2024 BJP തന്നെ അധികാരത്തിൽ വരും എന്ന് സമസ്ത തറപ്പിച്ചു പറയുന്നത്? ഇത് CPM-ന്റെ കെണിയിൽ വീണുള്ള സമസ്തയുടെ അന്ത്യശാസനമാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല ഏറ്റെടുക്കണം. ഇത്തരത്തിലുള്ള ആത്മീയ സംഘടനകളുടെ കെണിയിൽ വീണുപോയത് കൊണ്ടാണ് കോൺഗ്രസ് എല്ലും തോലും മാത്രം അവശേഷിക്കുന്ന തരത്തിൽ ഇങ്ങനെ ശോഷിച്ചു പോയത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ അംഗീകരിക്കാതെ അവരുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ അവഗണിച്ച് കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തെ നിരസിക്കുന്നതല്ല. എല്ലാ മതങ്ങൾക്കും തുല്യമായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുന്നതാവണം. ഹിന്ദു മതത്തെ നിരസിച്ചുകൊണ്ട് ന്യൂനപക്ഷ സംരക്ഷണം മാത്രം ഏറ്റെടുക്കേണ്ട ബാധ്യത കോൺഗ്രസ് സ്വയം ഏറ്റെടുത്തതോടെയാണ് കോൺഗ്രസിന് ഈ ഗതികേടുണ്ടായത്. അതേസമയം ഈ ന്യൂനപക്ഷങ്ങളൊന്നും ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുമില്ല. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കോൺഗ്രസിന് പോകുന്നത് കൊണ്ട് ഇവിടെ കൂടുതൽ സീറ്റ് കിട്ടുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനേക്കാൾ മുസ്ലിം സമുദായത്തിന് വിശ്വാസം പിണറായിയെയും CPM-നെയുമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തേക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയും എന്നുറപ്പില്ലാത്തതിനാൽ ഏതറ്റം വരെ പ്രീണനം നടത്താൻ അവർക്കൊരു ഉളുപ്പുമുണ്ടാവേണ്ടതില്ല. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി അങ്ങനെയല്ല. രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഒരു നിലപാടെടുത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോയാൽ അത് താറുമാറാകും. കോൺഗ്രസിന് പറ്റിയത് അത് തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രം ലാക്കാക്കുമ്പോൾ അവർക്ക് കോൺഗ്രസിനെ ആ കെണിയിലേക്ക് തള്ളി വീഴ്ത്താൻ നിലപാടെടുക്കാം. ആ കെണിക്കാണ് സമസ്ത ഇപ്പോൾ നിന്നു കൊടുക്കുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമസ്ത അടക്കമുള്ളവർ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ചിന്തിക്കണം. UDF-നൊപ്പം നിൽക്കുന്ന ലീഗിന് വോട്ട് ചെയ്താൽ ബാക്കി ഇടങ്ങളിലെല്ലാം CPM-ന് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് CPM ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടും ലഭ്യമല്ല, ഹിന്ദു വോട്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു.
കേരളത്തിന് പുറത്തുള്ള മുസ്ലിം വോട്ടുകളൊക്കെ കോൺഗ്രസിനാണോ കിട്ടുന്നത്? ഒരിക്കലുമല്ല. സമാജ്വാദി പാർട്ടിയും BSPയും നിതീഷ് കുമാറിന്റെ പാർട്ടിയും ലാലുവിന്റെ പാർട്ടിയും മമതയുടെ പാർട്ടിയും ഒക്കെ മാറി മാറി മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷം കൊണ്ടുപോകുന്നു. അവിടെയും ഒരു ഭാഗത്ത് ഹിന്ദു വോട്ടുകൾ BJPക്കും മുസ്ലിം വോട്ടുകൾ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കും പോകുമ്പോൾ കോൺഗ്രസ് നശിക്കുകയാണ്. ഒരിടത്തും ഈ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം ഹൈജാക്കിനിരയായി സകല വോട്ടുകളും കോൺഗ്രസിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദയവായി സമസ്തയെ പോലൊരു സംഘടന ഇത്തരം ഫത്വകൾ പുറപ്പെടുവിക്കരുത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതങ്ങളോടും എല്ലാ ജനതയോടും കൂറു പുലർത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. ഹിന്ദു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് BJPയുടേത്. മുസ്ലിം ഭൂരിപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇപ്പോൾ CPM എടുക്കുന്നത്, അല്ലെങ്കിൽ പല പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും എടുക്കുന്നത്. ഇതിന് രണ്ടിനുമിടയിൽ എല്ലാ സമുദായത്തിനും തുല്യ പ്രാധാന്യം കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അവരെ ബോധപൂർവം ഇങ്ങനെ കെണിയിൽ വീഴ്ത്താൻ സമസ്ത തുനിഞ്ഞിറങ്ങരുത്. തികഞ്ഞ മതേതര നിലപാടിലൂടെ മാത്രമേ കോൺഗ്രസിന് മുൻപോട്ട് പോകാൻ കഴിയുകയെന്നും ഒരു മതത്തെയും തള്ളിപ്പറയാതെ എല്ലാ മതത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. അതിനെ മൃദുഹിന്ദുത്വം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ട് ഒരു കാര്യവുമില്ല. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. ഇത്തരം പ്രീണന രാഷ്ട്രീയത്തിന്റെ ഇരയായി കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്ന ഹിന്ദുക്കൾ പോലും അകന്നു പോകുന്നത് സമസ്തയെ പോലുള്ള സംഘടനകൾ തിരിച്ചറിയാതെ പോവരുത്. ക്ഷേത്രം പണിയാൻ ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് അനുമതി കൊടുത്തത്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാമന്റെ ജന്മസ്ഥലത്തുള്ള ക്ഷേത്രം അവരുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം സഫലമാക്കിയതിനെ അവർ BJPക്കൊപ്പം നിൽക്കുന്നു. അതിനെ തമസ്കരിച്ച് പുറം തിരിഞ്ഞു നിന്ന് അവശേഷിക്കുന്ന ഹിന്ദുക്കളെ പോലും കോൺഗ്രസിൽ നിന്നും അകറ്റാൻ സമസ്ത ചുക്കാൻ പിടിക്കരുത്. പതിറ്റാണ്ടുകളായി ബാബറി മസ്ജിദ് ഒരു തർക്കമന്ദിരമായിരുന്നെന്നും ഒരു പള്ളിയായിരുന്നില്ലെന്നും ഇനിയെങ്കിലും സമസ്ത മനസ്സിലാക്കണം. അത് തർക്കമന്ദിരമായി തുടരുമ്പോൾ തകർത്ത് കളഞ്ഞത് ഉചിതമല്ല എന്ന് ശരിവയ്ക്കുമ്പോഴും സുപ്രീം കോടതിയുടെ അന്തിമ വിധിയെ തുടർന്ന് അവിടെ ക്ഷേത്രമുണ്ടാകുമ്പോൾ അത് ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ സ്വപ്ന സാഫല്യമാകുമ്പോൾ അതിനോട് പുറംതെരിഞ്ഞു നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് ഇനിയെങ്കിലും സമസ്ത തിരിച്ചറിയുക. ഇത്തരം ശാഠ്യങ്ങളിലൂടെ കോൺഗ്രസിനെ പൂർണ്ണമായും തകർക്കാനും CPMനെ പോലെ ജനാധിപത്യ വിരുദ്ധ പാർട്ടിയെ, മതവിരുദ്ധ പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാനും മാത്രമേ സമസ്തയ്ക്ക് കഴിയൂ എന്നെങ്കിലും തിരിച്ചറിയുക.